ഇന്ന് രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നപ്പോഴും അപ്പ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ പറമ്പിലോട്ടൊന്ന് പോകണം കേട്ടോ എന്നെ എന്ന് അപ്പ പറഞ്ഞായിരുന്നു. അപ്പയ്ക്ക് എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ ആരെയിലൊക്കെ കൂടെ വേണം. പണ്ട് തൊട്ടേ ഞാനായിരുന്നു കൂട്ട്. ഇത്രയും വലിയ അപ്പനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകുമോ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോൾ കളിയാക്കിയാലും അതൊന്നും പുള്ളിക്ക് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ പുള്ളി ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. അപ്പയ്ക്ക് സംസാരിക്കാൻ വിഷയത്തിന് പഞ്ഞൊന്നും ഉണ്ടാവില്ല ഒരു കാലത്തും. ഇന്ന് നമ്മുടെ പറമ്പിൽ പോയപ്പോൾ ഉള്ള ചർച്ചാ വിഷയം എന്നാന്ന് വെച്ചാൽ, പണ്ട് രാജാക്കന്മാർ പ്രജകളുടെ ജീവിതവും അവരുടെ സാഹചര്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട് വേഷം മാറി അവരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന കാര്യമായിരുന്നു. അങ്ങനെ വേഷം മാറി വരുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പയുടെ വാചകടിയും കൊതുകിൻ്റെ കടിയുമാണ് പറമ്പിൽ പോകാനുള്ള നമ്മുടെ ഹൈലൈറ്റ്. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കൊതുകിന് വെള്ളമൊന്നും വേണമെന്ന് എനിക്ക് തോന്നിയില്ല. പള്ളയുടെ ഇടയിലൊന്ന് തട്ടിയ 100 കണക്കിന് കൊതുകുകളാണ് പൊങ്ങുന്നത്. എനിക്ക് വന്ന് ഇവർ പകൽ കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് 5 മണിയാകുമ്പോൾ തോന്നുന്നു നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. എന്തായാലും പറമ്പിലൊക്കെ പോയി ചക്കയും തേങ്ങയും കൈതയൊക്കെ നോക്കി ഞങ്ങളിങ്ങ് തിരിച്ചു വന്നു. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ക്ഷീണിച്ചു. ഇനി കുറച്ച് റെസ്റ്റ്.